മറ്റൊരു വിഷയമായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രത്യേകമായി നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വിവാദം പോലെ നടന്ന സംഗതിയാണ്. ഷെയ്ഖുനായെക്കുറിച്ച് ഷെയ്ഖുന തന്നെ പറഞ്ഞതായി വൈലത്തൂർ തങ്ങൾ പാപ്പയൊക്കെ പറഞ്ഞ നമ്മൾ കേട്ടതാണ് മുദബ്ബിറുൽ ആലം എന്നത്. അത് പറയാൻ വേണ്ടി പ്രത്യേകം ചോദിച്ച സമയത്ത് ഒരു ഉസ്താദ് ഷെയ്ഖുനായുടെ അടുക്കൽ വന്നിട്ട് ഞാൻ അവിടുത്തെ കുറിച്ച് ഖുത്ബുൽ അഖ്താബ് എന്നും മുദബ്ബിറുൽ ആലം എന്നും പറയാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുന പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഷെയ്ഖുനയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ഒരു ഉസ്താദ് ഇസ്മായിൽ സഖാഫി ഉസ്താദ്, അവര് ഷെയ്ഖുനായോട് ചെന്നിട്ട് ഷെയ്ഖുനായെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് എന്ന് പറയുമ്പോൾ ഷെയ്ഖുന പറയുന്നുണ്ട്, ഖാലലി മുദദ്ദിസുൻ കാന യഅ്തീൽ ഗൗസ കസീറൻ ലിൽ ഇസ്തിമാൻ. ഷെയ്ഖുനായെ ധാരാളം സന്ദർശിക്കാറുണ്ടായിരുന്ന ഒരു ഉസ്താദ്, അതാണ് ഇസ്മായിൽ സഖാഫി ഉസ്താദ്. ഖാല ലഹു, ഷെയ്ഖുനായോട് പറഞ്ഞു, അന അഖൂലു അൻക ഖുത്ബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം, അങ്ങയെക്കുറിച്ച് ഖുത്ബുൽ അഖ്താബ് മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫഅബാൻ, അപ്പോൾ ഷെയ്ഖുന പറയാണ് ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സിദി, അതൊന്നും പറഞ്ഞിട്ട് എവിടെയോ എത്തിയിട്ടില്ല എന്ന രൂപത്തിലാണ് ഷെയ്ഖുനായുടെ മറുപടി. അത് നമ്മൾ പറയാറുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് മുദബ്ബിറുൽ ആലം എന്ന് മടവൂർ ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ടെന്ന് ചില ആളുകൾ പച്ച കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് അവർ അത് പറയുന്നത് എന്ന് ഫേസ്ബുക്കിൽ എഴുതി വിട്ടു. ഇന്നും നമുക്കത് പരിശോധിച്ചാൽ കിട്ടും. അതങ്ങനെ എഴുതി വിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പൈലത്തൂർ തങ്ങളൊക്കെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നതാണല്ലോ. പിന്നീട് അത് ജനങ്ങളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ ഷെയ്ഖുനായുടെ മനാഖിബുകൾ പറയുന്ന കൂട്ടത്തിൽ എല്ലാവരും പറയും. അപ്പൊ പിന്നെ അങ്ങനെ മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ പാടില്ല. മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന സമയത്ത് തൗഹീദിന്റെ ഖുസൂസിയത്തിൽപ്പെട്ട സംഗതിയാണ്, അത് പറയുമ്പോൾ ഷിർക്ക് വരും എന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങൾ നമ്മളെ നാടുകളിൽ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ കേൾക്കുക, പല സ്റ്റേജിൽ നിന്നും. പലപ്പോഴും ഷെയ്ഖുനായുടെ മദ്ഹ് പറയേണ്ട സ്റ്റേജുകളിൽ അല്ലെങ്കിൽ ഷെയ്ഖുനായുടെ വലിയ മുഹിബ്ബീങ്ങളുടെ പ്രത്യേകമായ മജ്ലിസുകളിൽ പോലും ചില ആളുകൾ വന്ന് ഈ രൂപത്തിൽ മുദബ്ബിറുൽ ആലം എന്ന പ്രയോഗത്തെക്കുറിച്ച് വല്ലാതെ സംസാരിച്ചു. മഹാനരായ സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളുടെ ശറഹുൽ മഖാസിദ് വായിക്കപ്പെട്ടു. തൗഹീദിന്റെ ഖാസത്തായ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ തദ്ബീറുൽ ആലം എന്ന് പറഞ്ഞത് വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഷെയ്ഖുനായെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നതിനെ പ്രത്യേകം പരാമർശിക്കാൻ വേണ്ടി അതെടുത്തു പറഞ്ഞുകൊണ്ട് പ്രത്യേകം അങ്ങനെ പറയാൻ പാടില്ല, അത് അള്ളാഹുവിൻ്റെ ഖാസത്തായ സംഗതിയാണ്. ആലമിൻ്റെ തദ്ബീർ എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. ചെറിയ ചില തദ്ബീറുകളൊക്കെ പലർക്കും അള്ളാഹ് കൊടുക്കും എന്ന രൂപത്തിൽ പല സംസാരങ്ങളുണ്ടായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ട് മഹാന്മാര് പറഞ്ഞ കിതാബുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പലയിടത്തും പ്രസംഗിച്ചു. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ. അല്ലാഹു മാലിക്കുൽ മുൽക്കാണ്, അധികാരങ്ങളെ മുഴുവനും ഉടമപ്പെടുത്തിയവനാണ്. തുഅ്തിൽ മുൽക മൻ തശാ, പഠിച്ചവനെ നീ ഉദ്ദേശിച്ചവർക്ക് നീ അൽ മുൽക്ക് കൊടുക്കും. അപ്പൊ അതിന് നമുക്ക് ഇന്നതേ കൊടുക്കാൻ പറ്റൂ എന്ന് പരിധി വെക്കാൻ നമുക്ക് അധികാരമില്ല. വൈലത്തൂർ ബാവോസ്താദൊക്കെ ഖുത്ബിയത്തിന് അവരെഴുതിയ ഷറഹിൽ അത് കൃത്യമായി പറഞ്ഞു. അവിടെ തുഅ്തിൽ മുൽക മൻ തശാ എന്ന് പറഞ്ഞിടത്ത് ആ അൽ മുൽക്കിൽ ഹദ് പറയാൻ നമുക്ക് സാധിക്കില്ല എന്ന രൂപത്തിലുള്ള വിശദീകരണം വളരെ കൃത്യമായി പറഞ്ഞു വെച്ചതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും സ്റ്റേജുകളിൽ ഇത് തന്നെ കേട്ടു. ഈ തദ്ബീറുൽ ആലം എന്നുള്ളത് അല്ലാഹ് അല്ലാത്തവർക്ക് പറഞ്ഞ ശിർക്കാണ് എന്നുള്ള രൂപത്തിൽ മുഅ്മിനീങ്ങളായ ആളുകളെ കുറിച്ച് പ്രത്യേകിച്ച് ഷെയ്ഖുനായെ പോലെയുള്ള വലിയൊരു മഹാൻ പറഞ്ഞ വാചകത്തെ നല്ല രൂപത്തിൽ തൗജീഹ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം ഇത് ശിർക്കാണ് എന്നൊക്കെ പറയും. എത്ര വലിയ കടുപ്പാണ് അത് വിഷയം. അത് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈ മുദബ്ബിറുൽ ആലം എന്നുള്ളത് ഇത് പുതിയതായിട്ട് പറയുന്നതല്ല. പണ്ട് മുതലേ മഹത്തുക്കൾ അൽ ഖുത്ബ് അൽ ഗൗസായി വരുന്ന മഹാന്മാരെ കുറിച്ച് അങ്ങനെ മുദബ്ബിറുൽ ആലം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ പല ഉറി പറഞ്ഞ സംഗതിയാണത്. മഹാന്മാര് പറഞ്ഞത് പല സ്ഥലങ്ങളിലായി നമ്മളത് പറഞ്ഞു. മുഅയ്യിദുദ്ദീൻ ജുന്ദി തങ്ങൾ എഴുതിയതിൽ അവിടെ എങ്ങനെ പറയുന്നിടത്ത് അൽ ഖുത്ബിനെ കുറിച്ച് പറയുമ്പോൾ വകമാ അന്ന റൂഹൽ ആലം വഹുവൽ ഇൻസാനുൽ കാമിൽ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. കമാ അന്ന റൂഹക യുദബ്ബിറു ബിഇദ്നില്ലാഹി ജുസ്മാനക ബിഖുവാഹൽ ബാത്തിനതി വല്ലാഹിറ, നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് പോലെ ഈ ആലമിന്റെ ആത്മാവാണ് അൽ ഇൻസാനുൽ കാമിൽ മുദബ്ബിറുൽ ആലം എന്ന് പ്രത്യേകം എടുത്തു പറയണം. അപ്പോൾ അൽ ഇൻസാൻ കാമിലായി അൽ ഖുത്ബായി വരുന്ന മഹാനെ മുദബ്ബിറുൽ ആലം എന്ന് പ്രയോഗിക്കുക എന്നത് മഹാന്മാര് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ അൽ ഇസ്ഫാർ അൻ റിസാലത്തിൽ അൻവാർ ഫീമാ യതജല്ലാ ലി അഹ്ലി ദിക്രി മിനൽ അൻവാർ എന്ന അവരുടെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥം അൽ ഇസ്ഫാറിൽ അവിടെയും മുദബ്ബിറുൽ ആലം എന്ന് പ്രത്യേകം പ്രയോഗിച്ചത് നമുക്ക് കാണാം. അഖ്താബുമാരുടെ അധികാരങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സ്ഥലത്ത് ഫഹിയ ബി അഹ്വാലിഹാ കൽ ഖുത്ബിൽ മുദബ്ബിരി ലിൽ ആലം അൽ മുഫീദ് അലൈഹി നൂറുൽ വുജൂദ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുദബ്ബിറുൽ ആലം എന്ന പ്രയോഗം പൂർവികരൊക്കെ നടത്തിയിട്ടുള്ള പ്രയോഗമാണ്. ആ പ്രയോഗമാണ് ഷെയ്ഖുനയും പറഞ്ഞത്. അതുപോലെ തദ്ബീർ വ്യാപകമാണ്. നോക്കൂ, ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല
എന്നൊക്കെ ഷെയ്ഖുന പറഞ്ഞിട്ടുള്ളതാണല്ലോ അതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുമോ? അതൊക്കെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരൂരേ, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിൽ ഏറ്റവും കടുപ്പായിട്ടാണ് ഇത് ശിർക്കാണ്, തൗഹീദിൻ്റെ ഖാസത്താണെന്ന് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ നമ്മൾ വന്യരായ നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ അഖീദത്തു സുന്ന വായിച്ചുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞു. നെല്ലിക്കുത്ത് ഉസ്താദ് തൗഹീദ് വിശദീകരിച്ച് പറയുന്നുണ്ട്. തൗഹീദിൻ്റെ ഖാസത്തായ കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ വബിൽ ജുംലത്തി അസ്സിഫത്തുൽ മുഖ്തസ്സത്തു ലില്ലാഹി തആല വഖവാസുൽ ഉലൂഹിയത്തി ഹുവൽ വുജൂബു ദാത്തിയു വൽ ഇസ്തിഖ്ലാലു വൽ ഇസ്തിബ്ദാദു വൽ ഗിന ദാത്തിയു വത്തദ്ബീറു ദാത്തിയു. ഈ അല്ലാഹുവിനെ ഖാസത്തായ തൗഹീദിൻ്റെ ഖാസത്തായ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞത് തദ്ബീറു ദാത്തിയു, ദാത്തിയായ തദ്ബീറിനെ കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. മറ്റത് അതായിയായ തദ്ബീറാണ്, എല്ലാം അള്ളാഹു കൊടുത്തിട്ടുള്ളതാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാതെ കൊടുക്കുമെന്നാണല്ലോ. ആ കൊടുത്തിട്ടുള്ള തദ്ബീറാണ് മഹാന്മാർക്കുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ ഖാസത്തായി പരിചയപ്പെടുത്തിയത് അത് ദാത്തിയായ തദ്ബീർ, സ്വന്തമായി നിയന്ത്രിക്കാനുള്ള അധികാരം, അതിനെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്നത് വളരെ കൃത്യമായി നെല്ലിക്കുത്ത് ഉസ്താദ് തന്നെ പറഞ്ഞത് അഖീദത്തു സുന്നയിൽ നിന്ന് നമ്മൾ വായിച്ചിരുന്നു. അൽഹംദുലില്ലാ, വളരെ വ്യക്തമായി ഈ വിവാദങ്ങൾ വന്നപ്പോൾ മജീദ് ഉസ്താദ് ഖുത്ഫുൽ ആലം എന്ന് പറഞ്ഞ ഷെയ്ഖുനായുടെ മദ്ഹ് എഴുതുമ്പോൾ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നല്ല, അതിനുവേണ്ടി മജീദ് ഉസ്താദ് പ്രയോഗിച്ച പ്രയോഗങ്ങൾ കണ്ടാൽ കേരളത്തിൽ ഈയിടെ ഈ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ വന്ന് ഷെയ്ഖുനായുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചവർക്ക് കൃത്യമായി മറുപടി പറയുന്ന പോലെ തന്നെ തോന്നും. ഇതിന്റെ 94-ാമത്തെ പേജ്. നിസ്ബത്തു തദ്ബീരി ഇലൽ അംബിയാഇ വൽ ഔലിയാഇ വ ഇത്ലാഖുഹു ലൈസ മിനശ്ശിർകി വൽ കുഫർ. അംബിയാക്കന്മാരിലേക്കോ ഔലിയാക്കന്മാരിലേക്കോ തദ്ബീറിനെ ചേർത്തു പറയുക എന്നത് അത് ശിർക്കല്ല, കുഫറല്ല, ബൽ ഹുവ ഐനു തൗഹീദ്, അതാണ് തൗഹീദ് എന്നാണ് മജീദ് ഉസ്താദ് പറഞ്ഞത്. അത് മജീദ് ഉസ്താദ് പറയാന്നല്ല, ഈ കിതാബ് നോക്കിയ ആളുകൾക്കൊക്കെ തിരിയും. ഈ പേജിൽ ആ ഭാഗം മാത്രം ഒന്ന് കടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പേജിലെ വരികൾ ഇങ്ങനെ നോക്കിയാൽ ഈ നിസ്ബത്തു തദ്ബീരിൽ അംബിയാഇ എന്ന് തുടങ്ങിയിട്ട് ബൽ ഹുവ ഐനു തൗഹീദ് വരെ ഒന്ന് കടുപ്പിച്ചു കൊടുത്ത് അതെല്ലാവരും ഒന്ന് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇതേപോലെ ഇതിനു വേണ്ടി ഷെയ്ഖുനായ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നതിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി കിട്ടുന്ന വേദികളിലൊക്കെയും ഈ രൂപത്തിൽ സംസാരിച്ച ആളുകൾ പറഞ്ഞ തെളിവ് നമ്മളെ ശർഹുൽ മഖാസിദിലെ ഇബാറത്താണ്. തൗഹീദിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ ഖാസത്തായ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് പറയുന്ന ആ ഇബാറത്താണ്. അത് പ്രത്യേകം മജീദ് ഉസ്താദ് എടുത്തു കൊടുത്തിട്ട് പറയാണ്, ഈ പറഞ്ഞതുകൊണ്ടൊന്നും നമ്മൾ മഹാന്മാർക്ക് തദ്ബീറുണ്ട്, തദ്ബീറുൽ ആലമുണ്ട് എന്ന് പറയുന്നതിന് ഇതൊന്നും ഇഷ്കാലായിട്ട് വരൂല എന്നത് പ്രത്യേകം മജീദ് ഉസ്താദ് എടുത്തു പറയാണ്. ഇതിന്റെ 198-ാമത്തെ പേജിൽ കാണാം. വലാ യുഷ്കിലു അലൈന ഖൗലു സഅദ് ഫീ ശർഹിൽ മഖാസിദ് മിൻ അന്ന തദ്ബീറൽ ആലം മുഖ്തസ്സുൻ ലില്ലാഹി തആല. തദ്ബീറുൽ ആലം അല്ലാഹുവിന് പ്രത്യേകമാണ് എന്ന് ശർഹുൽ മഖാസിദിൽ അല്ലാമ സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ പറഞ്ഞത് നമ്മൾ ഈ പറയുന്നതിന് ഇഷ്കാലായി വരികയേ ഇല്ല. അത് ഇഷ്കാലാക്കി പലരും കൊണ്ടുവന്നതുകൊണ്ട് പ്രത്യേകം പറയും. ഈ പേജിലും നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം, അതിൻ്റെ പ്രിന്റിങ്ങിൽ ബാക്കിയുള്ള വരികളൊന്നും ഉള്ള പോലല്ല, ഇവിടെ മാത്രം ഒന്ന് കടുപ്പിച്ച് ഒരു കട്ടി കൂട്ടിയിട്ട് കറുത്ത കളറിലാണ് ആ എഴുത്ത് കൊടുത്തത്, എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മജീദ് ഉസ്താദ് വലിയ സേവനമായി നല്ല ബോധ്യത്തിൽ തന്നെ ഷെയ്ഖുനായുടെ വിഷയം സമർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് എഴുതിയത് എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും.